രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിയുന്നതിൽ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. രാഹുൽ ഒഴിയുന്ന സീറ്റിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥി അയക്കുമെന്നാണ് ശക്തമായി ലഭിക്കുന്ന സൂചന. വയനാടിനെയും റായ്ബറേലിയും സന്തോഷിപ്പിക്കുന്ന തീരുമാനം ഉണ്ടാകുമെന്നാണ് രാഹുൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി. പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സംസ്ഥാനത്തെ സീറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തടയാമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്. നോബൽ മാരിക്കാരനുണ്ട് വിവരങ്ങളുമായി. നോബൽ, വളരെ തിളക്കമാർന്ന വിജയങ്ങളുമായി 3 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷവുമായി 2 മണ്ഡലങ്ങളിലും വിജയിച്ച് കയറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഒരു മണ്ഡലം സ്വാഭാവികമായും വെച്ചൊഴിയേണ്ടിയിരിക്കുന്നു. അവിടെ പ്രിയങ്ക ഗാന്ധിയെ നിർത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറയുമ്പോൾ രാഹുലിൻ്റെ മനസ്സിൽ വയനാട് ആണോ റായ്ബറേലി ആണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പാർട്ടിക്ക് രാഹുൽ വയനാട്ടിലല്ല റായ്ബറേലിയിൽ നിൽക്കുകയാണ് വേണ്ടത് എന്ന് കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ്റെ നിലപാടിൽ നിന്ന് ഉൾപ്പെടെ CWCയുടെ നിലപാടിൽ നിന്ന് ഉൾപ്പെടെ വ്യക്തമായിരുന്നു. ബിനിൽ, വയനാട്ടിലും റായ്ബറേലിയിലും വിജയിച്ച രാഹുൽ ഗാന്ധിക്ക് ഒരു മണ്ഡലം ഉടൻ ഒഴിഞ്ഞേ മതിയാകുള്ളൂ. നിലവിൽ നമുക്ക് മനസ്സിലാവുന്നത് വയനാട് തന്നെ ഒഴിയാനാണ് സാധ്യത എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിൽക്കേണ്ടത് കോൺഗ്രസിന്റെ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന്റെ കൂടി ആവശ്യമാണ്. ആ പശ്ചാത്തലത്തിൽ വയനാട് ഒഴിഞ്ഞുകൊണ്ട് റായ്ബറേലി നിലനിർത്താനുള്ള തീരുമാനം തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി എടുക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ ഘട്ടത്തിൽ ഇല്ല. എത്രയും വേഗം ആ പ്രഖ്യാപനം, ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ചർച്ചകൾ വരുന്നത് ആരായിരിക്കണം വയനാട്ടിലെ അടുത്ത സ്ഥാനാർത്ഥി എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രിയങ്ക ഗാന്ധിക്ക് സാധ്യതകൾ ഈ ഘട്ടത്തിൽ കൽപ്പിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ എത്തണം എന്നത് കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം പ്രവർത്തകരുടെയും ഒരു വികാരമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ നേതാക്കളും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയപ്പോൾ ഈ ആവശ്യം ഉന്നയിച്ചു എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. ആ പശ്ചാത്തലത്തിൽ പ്രിയങ്ക ഗാന്ധിക്കുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കൽപ്പിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി എത്തുകയാണെങ്കിൽ ഈ വയനാട് സീറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിവാദങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാം എന്നുകൂടി കോൺഗ്രസ് കണക്കൂടുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ഇനിയും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് വയനാട് എന്ന ആത്മവിശ്വാസം അവർക്ക് ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ തന്നെ സോണിയാഗാന്ധിയെ അവിടെ എത്തിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണകരമാകും. പ്രത്യേകിച്ച് ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് അത് പാർട്ടിക്ക് ഏറെ ഗുണം ചെയ്യും എന്ന് നേതാക്കൾ വിലയിരുത്തുകയും ചെയ്യുന്നു. എന്താണെങ്കിലും പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പ്രിയങ്ക ഗാന്ധിയുടെ റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള ആവശ്യം പാർട്ടി ഉന്നയിച്ചെങ്കിലും അന്ന് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കുകയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ താൻ മത്സരിക്കാനില്ല എന്നായിരുന്നു അന്ന് ഇതിൽ പ്രിയങ്ക ഗാന്ധി നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രിയങ്ക ഗാന്ധി പൂർണ്ണമായും ഇപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. എന്താണെങ്കിലും 6 മാസത്തിനുള്ളിൽ മാത്രമേ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആ ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് ചില നേതാക്കൾ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേര് തന്നെയാണ് സജീവമായി തന്നെ വയനാട്ടിലേക്ക് ചർച്ചകളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ബിനിൽ, തീർച്ചയായും വയനാട് ഒഴിയുക എന്നുള്ള രാഷ്ട്രീയ ദൗത്യത്തിലേക്കായിരിക്കും രാഹുൽ ഗാന്ധി എത്തിച്ചേരുക. പാർട്ടിയിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ട്. ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ പാർട്ടി ശക്തമായ തിരിച്ചുവരൽ നടത്തിയപ്പോൾ റായ്ബറേലി ഒഴിയുന്നത് അത്ര ബുദ്ധിപരമായ തീരുമാനമല്ല എന്നുള്ളതാണ് പാർട്ടിയിലെ ബുദ്ധിജീവികൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ